ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോ. അപ്പോൾ നിങ്ങൾ തമ്പലയിൽ കണ്ടതുപോലെ ചാനൽ നിർത്താൻ പോകുമെന്ന് പറഞ്ഞത് എൻ്റെ ചാനലല്ല കേട്ടോ. നമ്മളൊരു ഫ്രണ്ടിൻ്റെ ചാനൽ, പുള്ളിക്കാരത്തി, ഒരു കൂട്ടുകാരത്തി, ഫ്രണ്ടെന്നും പറയാം കൂട്ടുകാരത്തി എന്നും പറയാം. അപ്പോൾ പുള്ളിക്കാരത്തി ചാനൽ നിർത്താൻ പോകുന്ന പുള്ളിക്കാരത്തി പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരത്തി ചാനൽ മോണിറ്റൈസേഷൻ ആയതാണ്, ഡോളർ വരാൻ തുടങ്ങിയ ചാനലാണ്. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് തീരെ വ്യൂസ് ഇല്ലയെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി നിർത്തുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് എടുക്കട്ടെ. ഞാനിപ്പോൾ പോകുന്നത് ആലക്കോടേക്ക് കേട്ടോ. ഞാനിപ്പോൾ ഒടിവള്ളിത്തട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി, ഒടിവള്ളിത്തട്ട് വളവാട്ടത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഒടിവള്ളിത്തട്ട് വളവ് ആലക്കോടിലെ ഒരിക്കലും കണ്ടറിയാൻ പറ്റും. ഒരു എയർപിന്ന് വളവാട്ടോ. പിന്നെ അങ്ങോട്ട് കുടിയാമല, ആലക്കോട്. അപ്പോൾ പറഞ്ഞു വന്നത്, പുള്ളിക്കാരത്തിൻ്റെ ചാനൽ തീരെ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി ചാനൽ നിർത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ പുള്ളിക്കാരത്തി പറഞ്ഞു, നല്ല വീഡിയോ കുറേ കണക്ക് വ്യൂസ് വരണമെന്നില്ല, കുറേ കണക്ക് നമ്മൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല. അപ്പോൾ എനിക്കൊരു ജോലിയുണ്ട്. ആ ജോലി അതിൻ്റെ പോകുന്ന വഴിക്കും അവിടുത്തെ കാഴ്ചകളാണ് എൻ്റെ വീഡിയോയിൽ. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ ചാനൽ കുക്കിംഗ് ചാനലാണ്. അപ്പോൾ മോട്ടിവേഷനായി $35 ഇപ്പം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ പുള്ളിക്കാരത്തി പറഞ്ഞു, ഞാൻ ചാനൽ നിർത്താൻ പോവാണ്, എനിക്ക് തീരെ വ്യൂസ് ഇല്ല എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇന്ന് മെയ് 1 ഞാൻ ഇന്ന് ലീവായതുകൊണ്ട് ഇങ്ങനെ ആലക്കോട് നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ പോകേണ്ട പോകട്ടോ. അപ്പോൾ ഒരു കണ്ടൻറ്റ്, നമ്മളെ വീഡിയോക്ക് പറ്റിയൊരു കണ്ടൻറ്റ്. എൻ്റെ കണ്ടൻറ്റ് ട്രാവൽ ബ്ലോഗാണല്ലോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറഞ്ഞിട്ടിങ്ങനെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒടിവള്ളിത്തട്ടെന്ന് ഇങ്ങനെ മെല്ലെ ഇറങ്ങി വരും കേട്ടോ. ഒരു അപകട മേഖലയാണ്, പതുക്കെ വണ്ടി ഓടിച്ച് പോവുക. മെല്ലെ മലപ്രദേശം കേട്ടോ, കാണുന്നുണ്ടാവും. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ 1-2 വീഡിയോ ഞാൻ ഏകദേശം കണക്കാക്കും. ഒരു യാത്ര പോകുമ്പോൾ അത് എൻ്റെ ഇത്, അല്ലാതെ ഡെയിലി വീഡിയോ ഇടണമെന്നാണ് യൂട്യൂബിൽ പറയുന്നത്. പിന്നെ നമ്മൾ യൂട്യൂബിൽ വിജയിക്കണ വേറൊരു കാര്യമുണ്ട്. പിന്നെ മറ്റുള്ള വീഡിയോ എടുത്തിട്ട് നമുക്ക് യൂട്യൂബിലിട്ടാൽ നമ്മുടെ ചാനൽ വേഗം പീസാവും. അപ്പോൾ പുള്ളിക്കാരത്തി അങ്ങനെയൊന്നും ചെയ്തില്ല, എന്നാലും പറയാണ്, അങ്ങനെയൊന്നും യൂട്യൂബിൽ വിജയിക്കാൻ പറ്റില്ല. ഞാൻ വിജയിച്ചില്ല. എനിക്ക് 2 മാസം 1.5 വർഷം കൊണ്ടാണ് എൻ്റെ ചാനൽ ഞാൻ കൊണ്ടു നടക്കുന്നത്. ഇപ്പോൾ 2 മാസമായി എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും ചാനൽ നിർത്തിയിട്ട് ഞാൻ പോയില്ല. അപ്പോൾ ചാനലുള്ളവർ ഒരു കാര്യം ഞാൻ പറയാം, ഒരിക്കലും ചാനലിട്ടിട്ട് പോകാൻ പാടില്ല. ഈ 5 വർഷം 10 വർഷമെല്ലാം കഴിഞ്ഞിട്ടും ആൾക്കാർക്ക് മോണിറ്റൈസേഷൻ ആകാൻ പറ്റാത്ത എത്രയോ ചാനലുണ്ട്. അപ്പോൾ അവരെല്ലാം ചാനൽ നിർത്തിയിട്ട് പോകണ്ടേ? അവരിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തി വീഡിയോ കാണുന്നുണ്ട്. പുള്ളിക്കാരത്തി ഞാൻ പറയുകയാണ്, ഒരിക്കലും ചാനൽ നിർത്തിയിട്ട് പോകാൻ പാടില്ല. നമ്മൾ കഷ്ടപ്പെട്ടതിന് എന്തായാലും നമുക്കൊരു ഇത് കിട്ടും, എന്തായാലും ഏതെങ്കിലും ഒരു വർഷം. അപ്പോൾ ഈ ചാനൽ, യൂട്യൂബ് ചാനലിൽ ഇല്ലവരെല്ലോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ ക്യാമറയിലോ നിങ്ങളെ ഫോണിലോ എടുക്കുന്ന വീഡിയോ ആണെങ്കിൽ ഒരു കാരണം വെച്ചാൽ നിങ്ങളുടെ ചാനൽ ഒരിക്കലും പീസാവില്ല, ചാനൽ ഒരിക്കലും നശിച്ചു പോയില്ല. അല്ലാതെ മറ്റുള്ളവൻ്റെ വീഡിയോ എടുത്തിട്ട് നമുക്ക് റീച്ചും സബ്സ്ക്രൈബറും കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടാൽ അത് 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളെ വീഡിയോ, നിങ്ങൾ എന്ത് വീഡിയോ ഇട്ടാലും അത് 1-2 കണ്ടോട്ടെ, എത്ര കണ്ടാലും അതിൻ്റെ വാച്ച് ടൈം നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഒരു മനോഹരമായ പള്ളിയുണ്ട് കേട്ടോ. എൻ്റെ പരിപാടി ഇങ്ങനെ യാത്ര ചെയ്യൽ. എനിക്ക് യാത്രയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിന് മുമ്പേ ഞാൻ പറയുന്നതിൻ്റെ കാര്യമാണ്. യാത്ര എത്ര വേണമെങ്കിൽ ഞാൻ ചെയ്യും. അതിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളും അതാണ് എൻ്റെ വീഡിയോ. അത് കാണുന്നത് കണ്ടോട്ടെ. അപ്പോൾ എനിക്ക് 2000 ചില്ലറ സബ്സ്ക്രൈബ് ഉണ്ട്. അവരിപ്പം എനിക്ക് പുള്ളിക്കാരത്തി എന്നോട് വേറെ കാര്യം പറഞ്ഞു, എനിക്ക് ഒരു ദിവസം 5 സബ്സ്ക്രൈബറും കൂടുന്നുണ്ട്. ഇപ്പോൾ പറയുന്നത് തീരെ സബ്സ്ക്രൈബറും കൂടുന്നില്ല. അതെന്താ അറിയില്ല, അതൊന്നും യൂട്യൂബിൻ്റെ വർക്ക് കണക്ക് നടക്കുന്ന കാരണം വെച്ചാൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടാവും. എന്നാലും നമ്മൾ ചാനലിൽ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുക. അത് ആര് കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും
അതാണ് എൻ്റെ കണക്ക്. ഇതെൻ്റെ കേട്ടോ. ഇങ്ങനെ എവിടെയാകുമ്പോൾ കൊണ്ട് ഓരോരാളുടെ സ്വന്തം റോഡ് കണക്കിയാണ് പുള്ളിക്ക്. അത് കല്യാണ വണ്ടിയായിട്ടാണെന്ന് തോന്നുന്നു. നേരെ വരുവാ. നമ്മുടെ തളിപ്പറമ്പിൽ ഭാഗത്ത് നല്ല ചൂടാട്ടാ. പക്ഷെ ഇവിടെ എത്തുമ്പോൾ നല്ലൊരു ചെറിയ തണുപ്പുണ്ട്. ഇവിടെ മലപ്രദേശമായതുകൊണ്ടായിരിക്കാം. നമ്മളെ കോട്ടയെല്ലാം പോയാൽ ഫീലിംഗ് കേട്ടോ ഇവിടെ. ഇങ്ങോട്ട് വന്നാൽ കോട്ടയം ഇതേപോലെയാണ്. നല്ലൊരു തണുത്തൊരു കാലാവസ്ഥയും. ഇവിടെ പോലീസുകാരായിട്ടുണ്ടോ? ക്യാമറയിൽ അല്ല, ഹെൽമെറ്റിൽ ക്യാമറ വെക്കാൻ പാടില്ലാണ് നിയമം. കരുവഞ്ചാൽ. ഈ പാലം ഒരിക്കലും ശരിയാവാത്ത പാലം കേട്ടോ. പുതിയ പാലം അപ്പുറം വരുന്നുണ്ട്. നമ്മുടെ റോഡ് ബ്ലോക്കായിട്ടാണ്. പുതിയ പാലത്തിൻ്റെ പണി അപ്പുറം നടക്കുന്നുണ്ട്. കരുവഞ്ചാൽ, തളിപ്പറമ്പ്, ആർക്കോട്. ബ്ലോക്ക് നോക്കിങ്ങ. നമ്മുടെ കണ്ണൂർ പുതിയൊരു ഇങ്ങനെ ബ്ലോക്ക്. എന്തൊരു ബ്ലോക്കാണ്. നമുക്ക് പോകണ്ട. കുട്ടിപ്പുല്ല് എന്ന് പറയും. കുട്ടിപ്പുല്ല് ഒരു വലിയൊരു മലപ്രദേശമാണ്. അവിടത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ പള്ളീൻ്റെ കാഴ്ചയും കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോവാം. ഞാൻ ആലക്കോട് പള്ളിയിട്ടാണ്. ആലക്കോട് പള്ളി. മാതാവേ തോന്നുന്നു. ഞാൻ മെയിൻ ഗേറ്റിൽ നിൽക്കാട്ടോ. അതാണ് ആലക്കോട് പള്ളി. എൻ്റെ പള്ളി അഡ്ലിയോടി പള്ളിയല്ലേ? അപ്പോൾ ഇവിടുന്ന് കുറച്ച് താഴോട്ട് പോയിട്ട് റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കുട്ടിപ്പുല്ല് എന്ന് പറയും. ആലക്കോട് പാലം. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകണ്ട. വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്ക് ഇറക്കാം. ഓക്കെ.